DB എഡ്യൂസോണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +2 പൊളിറ്റിക്കൽ സയൻസിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഓഫ് പ്ലാനഡ് ഡെവലപ്മെൻറ്റ്, ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഏർലി ഇനീഷ്യേറ്റീവ്, ആദ്യകാല സംരംഭം. പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടതിനെക്കുറിച്ചും അത് രൂപം കൊള്ളാൻ ഇടയായ പശ്ചാത്തലങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഇന്ത്യ പ്ലാനിങ്ങിൻ്റെ അഥവാ ആസൂത്രണത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. സോ ദ പ്ലാനിംഗ് കമ്മീഷൻ ഹാസ് ഡിസൈഡഡ് ടു ഫോർമുലേറ്റ് 5-year പ്ലാൻ ഫോർ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് പഞ്ചവത്സര പദ്ധതിയാണ് ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്തത്. അതാണ് 5-year പ്ലാൻ. അതാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഒരു സവിശേഷത. പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തത്. ഇതോട് ചേർന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ കോൺസെപ്റ്റ് ഓഫ് 5-year പ്ലാൻ ബോറോഡ് ഫ്രം സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ്, ആശയം ഇന്ത്യ കടം കൊണ്ടത് സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്, അഥവാ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ഫ്രെയിം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. അപ്പൊ എന്താണ് 5-year പ്ലാൻ, എന്താണ് പഞ്ചവത്സര പദ്ധതി എന്ന് നമുക്ക് പഠിക്കാം. ദ ഐഡിയ ഓഫ് 5-year പ്ലാൻ ഈസ് വെരി സിമ്പിൾ. വളരെ ലളിതമായിട്ടുള്ള ഒരു ആശയമാണ് ഈ പഞ്ചവത്സര പദ്ധതി. എന്താണത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രിപ്പയർസ് എ ഡോക്യുമെന്റ് ഇൻക്ലൂഡിംഗ് ഓൾ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ നെക്സ്റ്റ് 5 year. അടുത്ത 5 വർഷത്തേക്കുള്ള രാജ്യത്തിൻ്റെ വരവ് ചെലവ് കണക്കുകളുടെ ഒരു പ്രമാണമാണ് പഞ്ചവത്സര പദ്ധതി. വരാൻ പോകുന്ന 5 വർഷത്തേക്ക് രാജ്യത്തിൻ്റെ ചെലവ് എത്രയായിരിക്കും, വരുമാനം എത്രയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രമാണമാണ്, ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റാണ്. അതിലെന്തെല്ലാം പദ്ധതികൾ തുടങ്ങാൻ പറ്റും, എത്ര ചെലവ് വരും, അതിനുള്ള വരുമാനം എത്ര എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ വരവ് ചെലവ് കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡോക്യുമെൻ്റാണ്, ആസൂത്രണമാണ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇങ്ങനെ 5 വർഷത്തേക്ക് ആസൂത്രണം ചെയ്യുമ്പോൾ, മുൻകൂട്ടി വരവ് ചെലവുകളെക്കുറിച്ച്, പദ്ധതികളെക്കുറിച്ചൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണ്? 5-year പ്ലാനിൻ്റെ, പഞ്ചവത്സര പദ്ധതിയുടെ മേന്മ എന്ന് പറയുന്നത് ഇറ്റ് പെർമിറ്റ്സ് ദ ഗവൺമെന്റ് ടു ഫോക്കസ് ഓൺ ലാർജർ പ്ലാൻസ് ആൻഡ് ടു മേക്ക് ലോങ് ടൈം ഇന്റർവെൻഷൻ ഇൻ ദ ഇക്കോണമി ഓഫ് ദി കൺട്രി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് പെർമിറ്റ് ദ ഗവൺമെന്റ് ടു ഫോക്കസ് ഓൺ ലാർജർ പ്ലാൻ. വിപുലമായിട്ടുള്ള വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാം. കാരണം ദീർഘകാല പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റും. കാരണം 5 വർഷത്തേക്കാണല്ലോ. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ആനുവൽ ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ് ആണ്, 1 വർഷത്തേക്കാണ്. പക്ഷെ 5-year പ്ലാൻ 5 വർഷത്തേക്കാകുമ്പോൾ ലാർജർ പ്ലാനുകൾ, വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗവൺമെന്റുകൾക്ക് ദീർഘകാലം രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ, ഇക്കോണമിയിൽ ഇന്റർവെൻഷൻ ചെയ്യാൻ, ഇടപെടാനും പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു മേന്മ.
നമുക്ക് 5 ഇയർ പ്ലാനിലേക്ക് പോകാം. 5 ഇയർ പ്ലാനിന്റെ മേന്മകളും അത് എവിടെ നിന്നാണ് കടം കൊണ്ടതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദ ഡ്രാഫ്റ്റ് ഓഫ് 5 ഇയർ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ഇൻ ജൂലൈ 1951. ഇതിൻ്റെ ഒരു കരട് ആദ്യ രൂപം തയ്യാറാക്കിയത് 1951 ജൂലൈയിലാണ്. ഒരുപാട് പേരായിട്ട് ചർച്ചയൊക്കെ നടത്തി, സമസ്ത മേഖലകളിലുള്ള വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ആളുകളുമായിട്ടൊക്കെ ചർച്ച നടത്തി ഇതിൻ്റെ ഒരു കരട് തയ്യാറാക്കി. ചർച്ചകൾ വീണ്ടും തുടർന്നു. അങ്ങനെ ആക്ച്വൽ പ്ലാൻ ഡോക്യുമെന്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ഡിസംബർ 1951. അങ്ങനെ ചർച്ചകൾക്ക് ശേഷം അതിൻ്റെ അസൽ പ്രമാണം, അതായത് പഞ്ചവത്സര പദ്ധതിയുടെ യഥാർത്ഥ പ്രമാണം 1951 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചു. അപ്പം ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 1951 തൊട്ടിട്ട് 1956 വരെയാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 to 1956. ഈ 5 ഇയർ പ്ലാൻ പ്രിയോറിറ്റി ടു അഗ്രികൾച്ചർ. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ, കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? കൃഷി, അഗ്രികൾച്ചർ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് 5 ഇയർ പ്ലാൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂടി നമ്മൾ പഠിക്കണം, കാലം കൂടി പഠിക്കണം. 1956 to 1961, 1956 to 1961. ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻഡസ്ട്രിയാണ്, വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷി, 2 ഇൻഡസ്ട്രി, വ്യവസായത്തിന്. ദെൻ തേർഡ് 5 ഇയർ പ്ലാൻ 1961 to 1966. തേർഡ് 5 ഇയർ പ്ലാൻ 1961 to 1966. ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി, കൃഷിക്കും വ്യവസായത്തിനും തുല്യ പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. ഇത് മൂന്നും കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, കാലാവധി പഠിക്കണം. അതോടൊപ്പം തന്നെ ഓരോ പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്ന് കൂടി പഠിക്കണം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ, സെക്കൻഡ് ഇൻഡസ്ട്രി, തേർഡ് മൂന്നാമത്തേത് രണ്ടിനും, അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രിക്കും പഠിക്കണം. ദെൻ അങ്ങനെയൊക്കെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന ഘട്ടമായപ്പോൾ തന്നെ ഒരു ഇക്കണോമിക് ക്രൈസിസുകൾ ഉണ്ടായി ഇന്ത്യക്ക്. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തിന് മുമ്പിലുണ്ടായി. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യ പാക് യുദ്ധമൊക്കെ വന്ന് വലിയ പ്രതിസന്ധി ഉണ്ടായി. ഈ ഒരു പ്രതിസന്ധി സാഹചര്യത്തിൽ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം ഉണ്ടായി മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഫോഴ്സ്ഡ് ടു സസ്പെൻഡ് 5 ഇയർ പ്ലാൻ. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റിന് പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കാൻ നിർബന്ധിതമായി. ഇന്ത്യ പാക് യുദ്ധമടക്കമുള്ള സംഭവങ്ങളിൽ ഉണ്ടായ സാഹചര്യത്തിൽ മറ്റു സാമ്പത്തിക പ്രതിസന്ധികൾ, യുദ്ധമൊക്കെ വരുത്തി വെച്ച പ്രതിസന്ധിയിൽ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുക എന്നത് രാജ്യത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായപ്പോൾ പഞ്ചവത്സര പദ്ധതി നിർത്തിവെക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെ ദ ഗവൺമെന്റ് ഡിക്ലെയർഡ് ഹോളിഡേ ഫോർ 5 ഇയർ പ്ലാൻ. പഞ്ചവത്സര പദ്ധതിക്ക് അവധി പ്രഖ്യാപിച്ചു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അവധി പ്രഖ്യാപിക്കേണ്ടി വന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ദിസ് പീരിയഡ് പ്ലാൻ ഹോളിഡേ,
അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ പ്ലാൻ ഹോളിഡേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചവത്സര പദ്ധതിക്ക് അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ പഞ്ചവത്സര പദ്ധതിക്ക് അവധി പ്രഖ്യാപിച്ച കാലഘട്ടം എന്നാണ് അറിയപ്പെടുക. അന്നൊരു പഞ്ചവത്സര പദ്ധതി 5 വർഷത്തേക്ക് ആസൂത്രണം നടപ്പിലാക്കി രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ പ്ലാൻ ഹോളിഡേ എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പൊ എന്താ പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താണ് പ്ലാൻ ഹോളിഡേ ചോദിക്കും. അപ്പോ ഈ ഉത്തരം എഴുതാൻ നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകേണ്ടതുണ്ട്. അപ്പൊ പ്ലാൻ ഹോളിഡേന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ്. അതായത് 4ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങണം എന്നൊരാഗ്രഹത്തിന് ഉണ്ടായെങ്കിലും പക്ഷെ നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതിനുള്ള കാരണം ഞാൻ സൂചിപ്പിച്ചു. പ്ലാൻ ഹോളിഡേന്റെ കാലഘട്ടം 1966 to 1969 ആ കാലഘട്ടത്തിലാണ്. അന്ന് പഞ്ചവത്സര പദ്ധതി ഉണ്ടായില്ല. പഞ്ചവത്സര പദ്ധതിക്ക് അവധി പ്രഖ്യാപിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഫോർമുലേറ്റഡ് ആനുവൽ പ്ലാൻ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റ് വാർഷിക പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. 5 വർഷത്തേക്കുള്ള പദ്ധതികൾ 5 ഇയർ പ്ലാൻ നിർത്തലാക്കി അതിന് പകരമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഫോർമുലേറ്റഡ് ആനുവൽ പ്ലാൻ വാർഷിക പദ്ധതിയാണ് പിന്നെ പ്രഖ്യാപിച്ചത്. അപ്പൊ എന്താണ് പ്ലാൻ ഹോളിഡേ എന്നത് കൂടി പഠിക്കണം. പരീക്ഷയ്ക്ക് ആ ഏരിയയിൽ നിന്നും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതിയും കൃത്യമായിട്ട് പഠിക്കണം. ആ കാലഘട്ടത്തിലെ സവിശേഷതകൾ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് 1ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ടോപ്പിക് ഇതാണ്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. 1ാം പഞ്ചവത്സര പദ്ധതി, ഇതാണ് ടോപ്പിക്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാധാന്യം എന്താണ്, സവിശേഷത എന്താണ് എന്നൊക്കെ ചോദിക്കും. പല രൂപങ്ങളിലുള്ള ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഏരിയ വിദ്യാർത്ഥികളെല്ലാം ഗ്രഹിക്കണം. ഓക്കെ. അപ്പോ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ടഡ് ഇൻ 1951. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഈ മേഖലയിൽ 1 വേർഡ് ചോദിക്കാറുണ്ട് ഈ ചോദ്യക്ക്. നെക്സ്റ്റ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. എന്തായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഓഫ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വാസ് ടു സേവ് ഇന്ത്യൻ ഇക്കോണമി ഫ്രം പോവർട്ടി. ടു സേവ് ഇന്ത്യൻ ഇക്കോണമി ഫ്രം പോവർട്ടി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണിത്. 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യം വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം, ഒബ്ജക്റ്റീവ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇറാഡിക്കേഷൻ ഓഫ് ദി പോവർട്ടി. ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ്. ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പ്രിപ്പയർഡ് ബൈ K.N. രാജ്, ദ ഫേമസ് ഇക്കണോമിസ്റ്റ്. ഇതൊരു ചോദ്യമാണ്. 1ാമത്തെ പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയതാരാണ്? K.N. രാജ്. പ്രമുഖനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള K.N. രാജാണ് 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മറ്റു മത്സര പരീക്ഷകൾക്കും കാണാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഗേവ് ഇമ്പോർട്ടൻസ് ടു ഓർ പ്രിയോറിറ്റി ടു അഗ്രികൾച്ചർ. 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് കൃഷിക്കാണ്, അഗ്രികൾച്ചറിനാണ്. എന്തെല്ലാം? അതുകൊണ്ട് തന്നെ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു തന്നെ കൃഷിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ അനുബന്ധമായി തയ്യാറാക്കിയിരിക്കും 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൺസ്ട്രക്ഷൻ ഓഫ് ഡാമുകളുടെ നിർമ്മാണം, ഇറിഗേഷൻ പ്രൊജക്ട്, ജലസേചന പദ്ധതികൾ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്, ജലവൈദ്യുത പദ്ധതികൾ ഒക്കെ ഈ കാലഘട്ടത്തിന്റെ 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തതാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ allocated fund for
ലാർജ് സ്കെയിൽ പ്രൊജക്ട്. അതോടൊപ്പം തന്നെ വൻകിട പദ്ധതികൾക്കും ഫണ്ട് വകയിരുത്തിയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൈക്ക് ബക്രാനങ്കൽ ആൻഡ് ഹിറാക്കുഡ് ഡാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബക്രാനങ്കൽ അതുപോലെ തന്നെ ഹിറാക്കുഡ് ഡാമുകൾക്കൊക്കെ ഫണ്ട് വകയിരുത്തിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോ ബക്രാനങ്കൽ ഹിറാക്കുഡ് ഡാമൊക്കെ ആസൂത്രണം ചെയ്യപ്പെട്ടത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ പഞ്ചവത്സര പദ്ധതി ഇങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓബ്സ്റ്റിക്കിൾസ് ഓഫ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. നമ്മുടെ കാർഷിക വികസനത്തിന്റെ ഓബ്സ്റ്റിക്കിൾസ്, തടസ്സം എന്ന് പറയുന്നത്, കാർഷിക വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ, അതിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭൂവിതരണ സമ്പ്രദായം അല്ലെങ്കിൽ ഭൂസംബന്ധമായ കാര്യങ്ങളാണ്. നമ്മുടെ നിലവിലുള്ള ഭൂവ്യവസ്ഥിതിക്കകത്ത് കാതലായ മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമേ കാർഷിക രംഗത്ത് നമ്മുടെ രാജ്യത്തിന് പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ കാലത്ത് വിലയിരുത്തപ്പെട്ടത്. അതിനെ അവര് ഫസ്റ്റ് 5-year പ്ലാൻ, ഗ്രേറ്റ് അറ്റൻഷൻ ടു ലാൻഡ് റിഫോംസ്, അത് മറികടക്കണമെങ്കിൽ, നിലവിലുള്ള ഭൂ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ രാജ്യം ഇമ്പോർട്ടൻസ് ടു ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണത്തിന് തയ്യാറാകണമെന്ന ഒരു കാര്യം കൂടിയും ഒന്നാം പഞ്ചവത്സര പദ്ധതി വിളംബരം ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി അനദർ ഇമ്പോർട്ടന്റ് എയിം ഓഫ് ദി ഫസ്റ്റ് 5-year പ്ലാൻ, മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ റൈസ് ദ ലെവൽ ഓഫ് നാഷണൽ ഇൻകം, നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതും അതിന്റെ ലക്ഷ്യമായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക. എന്തിലൂടെ, എങ്ങനെയാണ് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലൂടെയാണ് തയ്യാറാകുന്നത്? ദിസ് വാസ് പോസിബിൾ ഓൺലി ഇഫ് ദ പീപ്പിൾ സേവ്ഡ് മോർ മണി ദാൻ ദേ സ്പെൻഡ്. അവർ ചെലവഴിക്കുന്നതിനേക്കാൾ, ഇന്ത്യയിലെ ജനങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ തുക സമ്പാദിക്കുകയാണെങ്കിൽ മാത്രമേ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ആദ്യഘട്ടം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യം ഘട്ടം തൊട്ടിട്ട് ഒരു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന ഘട്ടം വരെയൊക്കെ ഒരു ചെറിയ തോതിലെങ്കിലും വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും പിന്നീടുള്ള കാലഘട്ടത്തിലൊന്നും തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ തയ്യാറാക്കിയ ആളുകൾ അല്ലെങ്കിൽ ആസൂത്രണം നടത്തുന്ന ആളുകൾ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പ്രതീക്ഷിച്ച അത്രയൊന്നും തന്നെ വളർച്ച നേടാനൊന്നും സാധിക്കണില്ല, പ്രത്യേകിച്ച് വരുമാനത്തിന്റെ കാര്യത്തിലൊന്നും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പിന്നുണ്ടായ യുദ്ധം, അതുപോലെ തന്നെ മറ്റു ഇക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി മൂലം തന്നെ നാലാം പഞ്ചവത്സര പദ്ധതി ഒഴിവാക്കേണ്ടി വന്ന രാജ്യത്തിന് അത് പിന്നെ വാർഷിക പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ആ കാലഘട്ടത്തെ പ്ലാൻ ഹോളിയുടെ പഞ്ചവത്സര പദ്ധതിയുടെ അവധി കാലഘട്ടം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. അവധി പ്രഖ്യാപിച്ച കാലഘട്ടം എന്നൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് തയ്യാറാക്കിയത്, എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷ്യമൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഏതായാലും ഈ ടോപ്പിക് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതി, മൂന്നാം പഞ്ചവത്സര പദ്ധതി അങ്ങനെയൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട ടോപ്പിക്കൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് വരുന്ന മേഖലയെ ഊന്നി തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏതായാലും ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.